ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ഫസ്റ്റ് ഡേ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പം രാവിലെ ഇറങ്ങാം, കുളിച്ച് മാറ്റി ഇറങ്ങാം അടുത്ത ലൊക്കേഷനിലേക്ക്. എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, പോയി വെക്കാം. നമുക്ക് ഓരോ വീഡിയോസായിട്ട് കാണാം. എങ്ങോട്ടാണെന്നുള്ളത് എന്താണെന്ന് അറിയില്ല. ഇവിടെ അടുത്ത് ഏതായാലും ഇപ്പോൾ മൈസൂരാണ് ഉള്ളത്. ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ. എന്തായാലും ഇവിടുത്തെ ഒന്ന് ലൊക്കേഷനൊക്കെ നാളെ നോക്കിയിട്ട് എന്തായാലും ഇന്നൊരു വ്ളോഗ് കൂടി നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ വീഡിയോ. അപ്പോൾ ഗായ്സ്, ഞങ്ങളിതാ റൂം വെക്കേറ്റ് ചെയ്ത് കാറിലോട്ട് കയറി. അപ്പൊ ഇനി എന്താ പോണ, എടുക്ക പോണേ? ആദ്യം ചായ മുഖ്യം. ചായ ഇട്ടിട്ട് അവിടെ ബാക്കിയുള്ളൂ. സനിയൊക്കെ ചായയോ അറിയുള്ളൂ. ഇവിടെ ഒരുത്തിക്കാണെങ്കിൽ ചായ വേണ്ട, ഒരു തേങ്ങ വേണ്ട. എങ്ങട്ടാ? കാർ മ്യൂസിയം. അവള് പറഞ്ഞേ, അവള് ഒരു ചക്രത്തിന്റെ ഒരു ചക്രം ഇങ്ങനെ അത് വിന്റേജ് കാർസ് അല്ലേ? നോക്ക, നമുക്ക് എങ്ങോട്ടും പോവാ, ടൈം ഉണ്ട്, എങ്ങോട്ടും പോകും. ആദ്യം ചായ, എന്നിട്ട് നമുക്ക് പ്ലാൻ ഇടാം. അപ്പൊ ഇനി ഏട്ടാ പോണ നോക്കിട്ട് ബാക്കി വീഡിയോസ്. അപ്പൊ ഫിക്സ് ആയി ഗായ്സ്. എവിടുക്കാണ്? ചിട്ടോ രംഗണ ടിറ്റോ. ടിറ്റോക്ക് പോവാണ് ഗായ്സ്. മുതല ഉണ്ടാവുക, മുതല കടിച്ചു വെച്ച ഒരാള് ഇല്ല. മുതല അന്ന് ഉമ്മച്ചോളൂ, മുതല എല്ലാം ഒന്ന് തർത്തനോ. അപ്പൊ പോയോ വെക്കാം, എന്താന്നുള്ളത് അറിയില്ല. ആദ്യം ചായ തരെ കിട്ടിയില്ല. ചായ കഴിഞ്ഞിട്ട് മതി ഏത് ടിട്ടും മുട്ടുമൊക്കെ. മിക്കവാറും ഇതൊന്നും ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അതാപ്പൊ നാളെ പോകേണ്ടി വരും പെരേക്ക്. നോക്കാം, കേറുള്ളൂ. ഏതായാലും ലോങ് ഇറങ്ങി. അപ്പൊ ഇനി ബാക്കി വീഡിയോസ് ട്രിപ്പ് പോകുമ്പോ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാതെ ഉള്ളത് മുതലാക്കാം. എന്നൊക്കെ ഞങ്ങള് പരിഹാരം ഞങ്ങൾക്ക് സമയമില്ല. ഉറങ്ങാനാ പോതി. വെയിലാ, രണ്ട് കടയൊക്കെ മുതല് ഭയങ്കര ആൾക്കാരത്. എങ്ങനെ ചുറ്റിനെ കൊണ്ട് പോവാ. അപ്പൊ ഇനി ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഞങ്ങളിപ്പോ എന്തിനാ സ്ഥലത്തിന് വരുന്നതിന് എന്തൊരു ബോട്ടിങ്ങിന്റെ സംഭവം എന്ന് പറഞ്ഞിട്ട് മുബാറക്ക് കണ്ടുപിടിച്ച് റോഡൊക്കെ ഇട്ട് ബോസ് ഇവിടെ മാപ്പ് ഒക്കെ ടച്ചാണ്. എന്നിടത്ത ലെഫ്റ്റിക്ക് ഒരു സർവീസ് റോഡ് കയറാണ്ട് അത് കയറാതെ ചെങ്ങായി ഹൈവേ പിടിച്ച് ഇങ്ങോട്ട് യൂട്ടേണുള്ള 35 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണല്ലോ യൂട്ടേൺ. എന്നിട്ട് 35 കിലോമീറ്റർ ആട്ട് പോവുക. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് റിട്ടേൺ വന്നിട്ട് വടപ്പേറി റോഡ് തിരിയാൻ ആകെ സ്ഥലത്തേക്കോട് 7 കിലോമീറ്റർ ഉള്ളത്. എന്നിട്ട് റോഡ് മാറിയിട്ട് യൂട്ടേൺ അടിച്ചാനിതാ. അതെ, അല്ലാതെ 35 കിലോമീറ്റർ വെച്ച് നേരെ പോണം. എന്നാലും ഇപ്പൊ യൂട്ടേൺ കിട്ടുള്ളൂ. ഇവിടെ പള്ളേ വഹിച്ചിട്ടാണ് മത്സരം. ഇവിടെ കണ്ണാണില്ല, ചായ പിടിയില്ല, ഒരു തേങ്ങയില്ല. ഇജേ ഇവിടെങ്കിലും സൈഡിലെങ്കിലും ചായപ്പീടിയുണ്ട്. ഞാൻ ഇവിടെ നിർത്തിച്ച് നടന്നു പോവാ. അതാ ചായപ്പീടിയ. അല്ല, ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ എന്നാ ബാക്ക് എടുക്ക്. ക്യാമറ ഇല്ലേ കുട്ടി? ഈ കുറ്റിക്കാട്ടിലൂടെ ക്യാമറ. അത് നടന്നോണ കട്ടിങ്. അത് ഇതാണ് മറ്റേ ഇതില്ലേ നമ്മളെ എന്താ പറയാ, ആന വരുമ്പോ ചവിട്ടാതെക്കാനാണ്. അതെന്താ അറിയോ, ഇതെന്താ അറിയോ, മറ്റേ നമ്മളെ കോഴിക്കോട് ജില്ല മറ്റേ ഇത് ഒരു ചാല് ഒരു തോട്, അതിന്റെ ഉണ്ടായിത്തോടിന്റെ ബാക്കിയാണ്. അവിടെ വള്ളാണ് മുകളിലായിട്ട്. എത്തടാ ഇതത്തെ ചാടി കിടക്കരുത്, കാറ് കൊണ്ടുപോണം പുറത്തേക്ക്. ബൈക്കൊക്കെ ആണ് തിരികെ നോക്കി. വെയില് വരുന്നു. എന്തോ ജീവൻ ബാക്കിൽ തൊള്ളടിച്ചിക്കണ. ഇതാണ് ജീവൻ. വീതി ചെലേ പറയുമ്പോ ചായ അടിച്ചാനും വേണ്ടി കേറിയതേന്. മിലിറ്ററി ഹോട്ടലൊക്കെ കണ്ടപ്പോ വലിയ സെറ്റപ്പായ അരിച്ചി. ഇയാളത്തെ പത്ത കണ്ടേ വയക്കണ ഒരു ഒലക്കമ്മത്തെ സ്മെല്ലും. അപ്പല കൂടെ വേറെ ഇറങ്ങി വാജി. അല്ല അതിൽ അടുത്ത് നോക്കട്ടെ.
ഇവിടെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചാൽ മലയാളം ഹോട്ടലൊന്നും ഉണ്ടാവൂല, പക്ഷെ കണ്ടുപിടിച്ചാലാ പണി. നോക്ക. അല്ല അവിടെ എത്തിയപ്പോ ചിത്ത കണ്ടേ മിൽറ്റി ഹോട്ടൽ മുള്ളിൽ എത്തിയപ്പോ മട്ടൻ ചാപ്സ് ഉണ്ട് ഇങ്ങനെ കുഴക്കല്. നല്ല നെല്ലിന്റെ ഫൈനലി ഞങ്ങളിവിടെ എത്തി ഗൈസ്. അപ്പൊ ഇത് എന്താണ് താങ്കൾ ഓർഡർ ചെയ്യുന്നത് നോക്കിക്കോ. നമ്മള് നോർത്തോ സൗത്തോ എനിക്കറിയില്ല, നമ്മള് ബെസ്റ്റ് അല്ലേ, നമ്മള് പടിഞ്ഞാറ്. ചൈനീസിനെ പിടിക്കാം. നമ്മൾ ചൈനീസിനെ നോർത്ത് ഇതാണ് തെലുങ്കാന. അതെ നമുക്ക് എന്താ വാങ്ങാൻ. എന്നാലും ചായ പോന്നോട്ടെ. അല്ല പോന്നോട്ടെ. കേരള ഫുഡ് ആ ബൈ. കൊഞ്ച നിമിഷം കേരള ഫുഡ് ഇരിക്കാ. അതൊന്നും ഇതൊക്കെ കേരളല്ലേ ഈ ഫുഡൊക്കെ അല്ലേ. അതിക്കെന്താ കറി? അനന്തരമാണ് ചിക്കന് വെജ് പ്യൂർ വെജ്. അത് സാമ്പാർ ചട്നി, മസാല ദോശ സെറ്റ്, സാമ്പാർ ചട്ടണി. മസാല ദോശ പിന്നെ വേണേ പറയാം. പ്ലെയിൻ ദോശ ഉണ്ട്, മസാല ദോശ ഞാൻ പറഞ്ഞു, ബട്ടർ പ്ലെയിൻ മസാല ദോശ ഉണ്ട്. എന്തെടുക്കും? മൈസൂർ മസാല ദോശ. ഇതെന്താ ബട്ടർ അല്ല ഗീ? മസാല ദോശ അല്ലേ ഇത്? ഗീ മസാല ദോശ അങ്ങനെയല്ലോ. ഗീ മസാല തൃശ്ശൂര് പോയെന്ന് വാങ്ങിയ സാധനം ലൈക്കില്ല. ഇത് കല്ലിങ്ങാട്ടി നീലിയാണത്. ഒരു പല്ല് മുകളിൽ ഇങ്ങോട്ട് ഇറങ്ങിയതാ. മുബാറക്കിന്റെ നീലി. മുബാറക്കിന്റെ നീലിയത്. പക്ഷെ ഒന്നേ ഉള്ളൂ, ഒരു ഭാഗത്തന്നെ ഉള്ളൂ. കിട്ടിയണ്ട കളി എത്താത്ത പേടി. നായൊക്കെ ഉണ്ട് ഇവിടെ ഗസ്റ്റ് ആയിട്ട്. നമ്മടെ എന്താ പൂച്ച ഉണ്ടായിരുന്നു, ഇവിടെ നായ. ഏത് ഇട്ടത് വളാളെ മുട്ടമണേ. അപ്പുറത്തെ ടേബിൾ ഇരിക്കുന്ന ഒരാളുണ്ട്, അയാളെ കണ്ടിട്ട് ഈ കാണുന്നവര് പറയട്ടെ നമ്മൾ പരിചയം ആരെങ്കിലും പോലെ ഉണ്ടോ ക്യാമറ കണ്ടിരിക്കും. പ്രേക്ഷകര് പറയട്ടെ എനിക്കാരും ആര് വന്നത്? ആളെ പറയില്ല. ഏത് വണ്ടി? കുഞ്ഞാമ്പാണ്ടിക്കാടിന്റെ ഡൂപ്പാണോ ഇവിടെ? എന്റെ പാട്ടിനല്ലോ വടന്റെ. ആ വട. ഓ താങ്കോ താങ്കോ. വട 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 വടേ. ഓ നിരിഞ്ഞ മുരിഞ്ഞ ബട, നല്ല ബട. ഓട്ട വലുതാണല്ലോ. എന്നൊക്കെ ആട്ടെ ഒരു പ്ലേറ്റ് തരുമോ? ഞാൻ തിന്നട്ടെ, ഇനിയിപ്പോ തിന്ന് കഴിയുമോ? ഇത് ബട്ടർ മസാല ദോശ, അത് വെറും മസാല. ഇതിന്റെ മുകളിൽ ചെറിയൊരു ബട്ടർ ഇട്ടെന്ന്, അതിനാണ് പേര് ബട്ടർ മസാല ദോശ. ഇതിന്റെ മുകളിൽ ബട്ടർ ഇല്ല, അപ്പൊ സാധാ മസാല ദോശ. അങ്ങനെ എന്നാല് തേമ്പണക്കോടെ തേക്കാനല്ലോ.
മൈസൂർ വന്നാൽ ഈ ബട്ടർ ആയാലും കേറാതെ പോയത്. നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റ് ആണ് ഗൈസ്. നോക്കൂ, നല്ല കിടിലൻ. എന്ത് കൂടെ നായിണ്ടെന്നോ? എന്നിട്ട് പറയ്, ഫുഡ് എന്താ അവസ്ഥ? കിടിലൻ. ചായ നമ്മളെ HFCയിലെ ടേസ്റ്റും നമ്മളെ മുക്കത്തുള്ള HFC പാളി എന്നല്ല നിങ്ങൾ പറഞ്ഞേ ഇന്നലെ പോയ പാളി അമ്മ കുടിച്ചത്. രാത്രി 12 മണിക്ക് പോയാൽ പിന്നെ അടിത്ത ചായപ്പൊടിയല്ലേ കിട്ടുള്ളൂ. ഒന്നും പറയാനില്ല. 30 കിലോമീറ്റർ പോയാലേ കണ്ടോ അതിന്റെ പണി കണ്ടു ചെല്ലോ സംഭവം നടന്നു ഇവിടെ. അപ്പൊ അപ്പൊ നമ്മള് അവസാനം ഇവിടെ എത്തി. പച്ചി അത് ഇതാടി ഒറിജിനൽ അല്ല. അപ്പൊ ഇവിടെ എത്തി രംഗനത്തിട്ടാണല്ലോ പേര്. അത് കാണിച്ചു കൊടുക്കല്ലേ കഴിഞ്ഞ കുട്ടി അവിടുന്ന് പോരില്ല. ഇനി പിനുവിന്റെ സ്ഥലാണ്. രംഗനത്തിട്ട് നമ്മളുണ്ടാവും മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ തന്നെ ഉള്ളു രംഗനത്തിട്ടുള്ളൂ. ബോട്ട് നമ്മള് സ്വന്തം എടുക്കേണ്ടി വരും. കഴിഞ്ഞ കഥ. പേരൊക്കെ തിന്നാറ്റില്ല പറഞ്ഞേ, പുറത്തേക്ക് എടുക്കാറ്റില്ല. പേടിയില്ല, നമ്മളെ വണ്ടി നിന്നു. ഓഫാക്കണേ. പിന്നെ ചൂടണോ? എന്തിനാ ഷൂ? ആരൊക്കെ ഷൂ ഒക്കെ ഇട്ട് കാണാള്? ഓലനോട് അടിച്ചിരുന്നേ. പിന്നെ അങ്ങോട്ട് കാര്യം കാണിച്ചതാ. ഈ ഐഡിയ ഒക്കെ നമ്മളെ അല്ലല്ലേ അടിച്ചെന്ന് കോല നോക്കി. അത് മതി ശരിക്ക് എനിക്കൊക്കെ കേട്ടോ. ഒന്ന് വാങ്ങി വെച്ചോണ്ടി. അല്ല അടാ ഒന്ന് മരത്തുമന്നെ വെട്ടിയുണ്ട്. ഞാൻ ഞാൻ പറയണ്ട. ഗ്രൂപ്പ് ടി വിയിൽ തന്നെ അടിച്ചേരിട്ട് ഒന്ന് വാങ്ങി കൊടുത്താണ്ടി. അല്ല ഒന്ന് വെട്ടിയെടുത്താണ്ടി. ഏത് അതിനോട് അടിച്ചാ പേടിയില്ലല്ലോ. ഇത് കടിക്കോ? പേടിയില്ലല്ലോ. നമ്മക്ക് പേടിയില്ലല്ലോ. അതൊക്കെ ഇതിട്ടൊക്കെ പേടിച്ച് പോയാണ്. മുബാർക്ക് ഫസ്റ്റ് കാറിലെത്തി. ഡിക്കൊക്കെ തുറന്ന് ഒരാള് തരുന്നത്. ഫോറിനേഴ്സ് ചിങ്ങ നടന്നോ? നേ ബാക്ക് എടുക്കാനുള്ള കണ്ടെന്താ? ഒരുത്തി പാമ്പിനെ എങ്ങനെ എനിക്കിങ്ങനെ കണ്ണുകൂട്ടിയാട്ടെ കാണിച്ചു തരാം. അത് അവിടെ കയറിയത്. ഐസ്ക്രീം ഉണ്ടോ? എന്തൊക്കെ വായിച്ച എന്ത് ഞാനില്ല ജയിക്കോ? ഐ ലവ് രംഗനത്തിട്ട് ആളുപടിയുണ്ട്. ഐ ലവ് അതിട്ടു. എവിടെ ടിക്കറ്റ് കൗണ്ടറാണ്. മുളച്ചെടി
ക്ലോസ്ഡാണ്. ഇവിടെ ക്ലോസ് ഒന്നല്ല. എത്ര ചെയ്യാം? 800 4 200. 200 പെർ ഹെഡ്. ഓക്കെ. എടുക്കല്ലേ? UPI ക്യാഷ് ഉണ്ടോ? 500 ചില്ലറ അയച്ചു. UPI ഇതില്ല, ഗൂഗിൾ പേ ചെയ്യാ? അയ്യേ ശോ പൈസ ഉണ്ട് കൂടെ എടുത്താണ്. ഇവിടെ 500 കിട്ടണ്ട പിക്രസ് ഉണ്ടോ? ഓ എല്ലാം ഒന്നും കൊടുത്താലോ, ഒന്നും കൊടുത്താ ഞാൻ നോക്കുമ്പോൾ ആക്രാന്ന കട്ടല്ലേ ഇടക്ക്. അല്ല ഓക്കെ. വരെ കാച്ചോ എത്ത പറഞ്ഞ് ഇത് ഒടുക്കായി കേറി നായ്ക്കളൊക്കെ ഇവിടെ. ആഹാ, ബോട്ട് സർവീസിൻ്റെ അടുത്ത് എത്തിയില്ല. അപ്പോൾ മുബാർക്ക് പാർക്കണ്ടപ്പോ അതൊക്കെ നല്ല പൂതി. ഇതിൽ കേറി മരാളാ പോന്ന തുടങ്ങി. അതിൽ എക്സ്പെർട്ട് ഇതാ മരം കയറാൻ. അവണ മരം കയറാവണ അത് വിളിക്കാ. ഒരു ഉഴപ്പില്ല, കേറി ഉടക്കേ. കാലയിനുള്ളിൽ പോയാലോ ഞാനും കയറാം. നമ്മൾ ഫോൺ പിടിച്ച് കയറും. ചേരിമ്മോ ചിൽഡ്രനെ ओनली 15 वयस. अरे अन्ने 200 पैसा दे दो, इधर दे दो. अड़क अल வாழ்க்கை புன்னகை அம்பினில் அன்பின். ഗൈസ്, ഞങ്ങളിവിടെ ഇരുന്നപ്പോൾ അപ്പുറത്തേക്കുന്ന ചേച്ചി പറഞ്ഞു ഞങ്ങളോട് ഇത് കുട്ടികൾക്കുള്ളതാണെന്ന്. ഗൈസ്, ഇത്രയും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിട്ട് ആ കൊരങ്ങാൻ തന്നെ. ഗൈസ്, പ്രകൃതിയുടെ രമണി ആസ്വദിക്കാൻ വേണ്ടി ഒരുത്തിത് അവിടെ ക്യൂട്ട്നെസ് വാരി വിതർന്നു. ഒരാള് ഇട്ടിക്കണേ പോസ് ഇട്ടിക്കണം. കേറി വെക്കുമ്പോൾ ഇവിടെ ഫുള്ള് കുട്ടിയൊക്കെയുള്ളതാണ്. അതായത് കുട്ടിയൊക്കെയുള്ളതാണ്. അപ്പൊ പിന്നെ ഓൽക്ക് എന്നാലും പിന്നെ കുട്ടിക്കളി മാറിയില്ലല്ലോ. ഞങ്ങളോട് മറ്റേ കർണാടക ചെക്ക് പോസ്റ്റിന് അയാൾ ചോദിച്ചു ഇവർക്ക് 15 വയസ്സായി തോന്നിയിട്ടുള്ളത്. സർട്ടിഫിക്കറ്റ് എടുത്ത 21 ചോദിച്ചേ. 30 വയസ്സായി തള്ളായി. അതെടുത്താ അതാണോ? അത് ഇത് ഇവിടെ പിന്നെ എന്ന് പോവും ഒറ്റക്കല്ലേ. അവിടെ കൊച്ചുണ്ട് തൊടി. ഞങ്ങൾ പോവുകയാണ്. മുതലയുടെ ഇടയിൽ കൂടെ ഒക്കെ പോവാന്നൊക്കെ പറയുന്നുണ്ട്. എന്താവും അറിയില്ല. ഇതാ സ്കൂൾ ബാഗോ നല്ലൊക്കെ നിർത്തോ. പച്ച അതാ ഇത് അടിതാ. ആ കൈ അതാ ചെറുതാണ്. ഗൈസ്, ഞാൻ സ്കൂളിൽ പോയെന്ന ബാഗ് ഇട്ടാണ് ലാസ്റ്റ്.
ഇപ്പൊ അതാ ബോട്ടെത്തി വാ ബോട്ടെത്തി വാ ടാക്സിയിലാ വാ ഗൈസ് അവിടെ ഇരിക്കാം ഇങ്ങോട്ട് വരെ ഇങ്ങോട്ട് വാ അറ്റത്തേക്ക് ഇരുന്നോ നന്നായിരുന്നു എല്ലാരും ഒരു സൈഡൊക്കെ ആയിരിക്കണേ വോട്ടർ സൈഡിലേക്ക് ചെറിയ മുതലിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോകണ്ടത് അവിടെ കറക്കല് മുതല് കയറിക്കുണ്ട് ഇതാ അല്ലേ നിമിഷത്തിൽ എന്ത് പറയുന്നു ഈ നിമിഷത്തിൽ എന്ത് പറയുന്നു കാരണം മുതലയുണ്ട് ഇത് മത്തിയല്ല മീനല്ല ഇത് മുതലകള് പേടിച്ചണം നരമ്പ് തിങ്ങനെ തിച്ചിന്റെ മാതിരി പേടിച്ചണം എത്ര അതൊക്കെ പഠിക്കും നമ്മൾ നീന്തൽ എക്സ്പെർട്ട് അല്ലേ നമുക്ക് ഇതൊക്കെ എടുക്കാറുള്ളൂ ഒരു ടീം പോയ ടീം ഈ വരുന്ന ടീമോട് കണ്ടെടുക്കാൻ പറ്റും വോട്ട് ചേരുന്ന കിടക്കാണ് ഗൈസ് വിമാനം പൊന്താനായി ടൈറ്റാക്കി കൊടുക്കുക എത്ര ജി രണ്ട് ഭാഗത്തു ഇതൊരുമാതിരി പാമ്പരിമ നൂലെട്ടിയായി ഇത് നിന്നിട്ട് എടുക്കാനില്ല അല്ല ഇരുന്നിട്ട് എടുക്കാനില്ല കേട്ടോ അഞ്ഞുണ്ട് മൂന്നുണ്ടറാ ഇത് അതിന്റെ അടിയത്ത് ഇത് അതിന്റെ അപ്പുറം പോയിപ്പോഴതാ ഇല്ല വലി ഒന്നല്ല ഇത് പിടിച്ചാ ഇത് ഞാൻ കൊണ്ടിച്ച പുറത്തുണ്ടാവും ആ സൈഡുണ്ടാവും എന്താണ് ഒന്നുമില്ല പറയാന് മറക്കേ ഈ ഗ്യാപ്പ് എന്തിനാ എന്താ അറിയോ മുതൽ ഇങ്ങോട്ട് ഡൈവ് ചെയ്യുന്നിട്ട് മുതൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറും ഇങ്ങോട്ട് ആ സത്യോ ആ ഗ്യാപ്പ് ഉണ്ടല്ലേ മുതലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ നിൽക്കൂലേ ഇങ്ങനെ നേരെ നിൽക്കും ആ കയറി 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 ആ പോണം മുതല ഈ മുതലാണ്ടില്ല അത് ഇനി തോന്നിട്ടും അതാ പോണം അതാ കടക്കണ ചത്തെടുക്കണ ഒരാളിവിടെ ഡോറ് പൊട്ടി ബ്ലാക്ക് ഹെഡ് വൈറ്റ് ബോഡി പൂട്ടാ എത്തിട്ട് പൂട്ടിന് അത് മുങ്ങി ഊളാൻ വിട്ടല്ലോ മുതല മുതലങ്ങനെ ഇവിടെ പോയാലൊന്നും ഉണ്ടാവാണ് എത്താ പോയേ ഇതെത്താൻ പോ ഇത് മൈസൂർ പോയാ പോയി ഉസ്മാൻ ഉന്മന്റെ കണിയാണ് അതാണ് ആക്കി അവിടെതാ അവിടെതാ കൂട്ടം കൂടിയിരിക്കുന്നു മുതൽ ഉളാൻ വിട്ടാണ് എപ്പോ വരുമ്പോ എന്തോ നിക്കാൻ പറ്റും ഓ എത്ര ബാലൻസ് സെറ്റാണ് ബാക്കില്
ബഹുമാനപ്പെട്ട സദസ്സ് അനുഭവിക്ക ഞങ്ങൾ പലതും പറയും. ഓ കയ്യനാ ദിസ് ഈസ് നോട്ട് പാറ, ദിസ് ഈസ് ആണ് മുതല. പിന്നെ അങ്ങോട്ടൊക്കെ അതാണ് മറ്റേ മലേഷ്യയിൽ മാത്രം കണ്ടുവരുന്നത്. ഓസ്ട്രേലിയയിലെ അവിടെതാ ഓസ്ട്രേലിയ ചതുപ്പ് നിലകളിൽ മാത്രം കാണപ്പെടുന്ന സിമ്പിൾ പാട്ട. ഇതെന്തറിയോ ഗോക്കേ കഥ തീർന്നിട്ട് അല്ല ഇതില് വീട്ടിലെത്തിനാ ജാക്കറ്റ് ഇത് മുതലുണ്ട് നമ്മള് ഇത് ജാക്കറ്റ് വിട്ടെടുക്ക അഥവാ വീണോ നീന്താൻ. അപ്പൊ വരും നീന്താൻ. മുതല ഗായ്സ് ദിസ് ഈസ് മുതലക്കുളം. മൈസൂരിലെ പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്ന തെറ്റിയോ എന്തിനി തിട്ടിയോ രംഗോളി തിട്ടി രംഗണ്ണൻ ഇവിടെ കാണിച്ചു രംഗണ്ണൻ തിട്ടു ബേർഡ് സാങ്ച്വറി. വാക്കുകളൊക്കെ ഉണ്ടാക്കാണ് ഇവിടെ. മറ്റേ ഇതിലുള്ള വാക്കുകളൊക്കെ ഉണ്ടല്ലോ മരിച്ച വീട്ടിൽ വന്നിക്കണ്ടേ മലയാളി അല്ലല്ലോ. ഓക്കെ പേടിയില്ലല്ലോ. മണ്ണിലടിക്കാനുള്ള യൂട്യൂബിലൊക്കെ അത്. ഓ പ്രോ മുതല പാറ. അതിന്റെ പല്ല്. പിന്നെ വേറൊന്നുണ്ട്, ഈ മുതലക്ക് പാറാനുള്ളൊരു കഴിവുണ്ട്. അതിന്റെ അടുത്തുകൂടെ നേരെ ഇങ്ങോട്ടടി ചാടും. ഈ കൊണ്ടി പോയി ഇങ്ങോട്ട് ചാടും. എല്ലാം അവിടെ പിടിച്ചിരുന്നോ? ഇളകണ്ട അത് അതിന്റെ അടുത്ത് കൂടെ പോണ സനിയന്റെ സൈഡാട്ടോ. സനിയന്റെ സൈഡാണ്. പേടില്ലല്ലോ. ഗായ്സ് ഫോട്ടോ സനിയനെ കണ്ട് ഇത് വെള്ള പല്ല്. ഞങ്ങൾ ബാക്കായിട്ടോ സനിയ അന്നേരം പാറു ബാക്ക് നേരെ തോണ്ടി കൊണ്ടു നോക്കിട്ടോ. ഒരാൾ കയ്യോട് തെളിയുമ്പോ വാങ്ങില്ല. അയ്യോ ബാസിലോ ഏതാണ് ബാസില മീൻ ഉണ്ടില്ല കേവനറ്റാണോ? ഇത് എന്താ എന്താ പറയാ ഇത് ഈ ഈമ്പുമ്പതിലുള്ള വൈറ്റാ പോലോ എന്തേ ഇതിന് വെള്ളമില്ലല്ലോ. ഇതാണ് ചെങ്ങന്മാര് വെള്ള. ഇതാണ് പക്ഷെ ഇതിനുള്ള വെള്ളമില്ലല്ലോ. നോക്കി ഒന്ന് അടിയായി ഇവിടെ. ഒന്ന് ചേട്ടാ ഒന്ന് എത്ര എവ്വളോ അതോ ജാൻമന്റെ സംസാരം ഒന്ന് ഇത് കോണിന്റെ ആളാ.
ചേഞ്ച് ഡ്യൂപ്ലിക്കേറ്റാ 500 ചേഞ്ച് എത്ര ഉള്ളത് 160 60 ചില്ലറ എൻ്റെ 500 500 ചില്ലറ ഇല്ലല്ലോ റേഞ്ച് ഇല്ല ഹോട്ട്സ്പോട്ട് ഓണാക്കുന്നത് ഉണ്ട് അത് ഒരു ചലഞ്ച് ഉണ്ട് സനിയ എടുക്കുന്നതാണ് അവളെ ചലഞ്ച് എടുക്ക് നോക്കട്ടെ ഇവിടെ ഒരു ഫ്രണ്ട് അവളെ പുരാപ്പടനെ എടുക്കാറുണ്ട് ആന വാ പൊളിക്കുന്ന അണ്ണാമ വിളിച്ചാൽ കണ്ടാവും അതാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോണത് അതല്ലല്ലോ ശ്രമിക്കൂ ഒന്നുകൂടി കിട്ടും നമ്മളെ കണ്ട് പറ്റും പൊന്തി ഇത് ഡയലോഗ് മാത്രം പോരാ പൊക്കാൻ കഴിയണോ ഇതിനെ ഞാൻ തൂക്കി തരാം ഒറ്റ കൈമ എടുക്കാളല്ലോ വിചാരിച്ച് ഞാൻ പറഞ്ഞ സാധനം ആന വാ പൊളിക്കണ ആന തിന്നണ ആട് തിന്നാൻ നിൽക്കരുത് എന്നോടും പറയാനുള്ളതാ എൻഗേജ്മെന്റിന് നമ്മൾ ഹാമ്പർ ഉണ്ടായിരുന്നു അതിലും മറ്റേ ജിമ്മിന്റെ പൗഡർ അതൊക്കെ ഇട്ടാണ് ഇങ്ങനെ എന്തിനി ജിമ്മനാണ് അല്ല സ്റ്റാമിന സേവർ അല്ല എന്തിനി പ്രോട്ടീൻ 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 പൗഡർ ഇവിടെ ചമ്മന്തി പൊടിയാണ് ഏത് ഓരോ കണ്ടുപിടുത്തങ്ങളെ അപ്പൊ ഇവിടുന്ന് ഇറങ്ങാനായിണോ ഞങ്ങക്ക് സരോവരം ഫീലാണ് കോഴിക്കോട് അതെ ഞാൻ പോയിട്ടില്ല എന്നാലും പക്ഷെ എന്നാലും പോയി നോക്കി എന്താടാ എല്ലാരും അപ്പോൾ സരോവരം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന മറ്റൊരു സ്പോട്ടാണ് മൈസൂരിലെ രംഗനത്തിട്ടു ബേർഡ് സാങ്ച്വറി. ഒരാൾക്ക് കാലുവേദന ആയിട്ട് സാധ്യത ഏട്ടായി ഭയങ്കര കെയറിങ്ങാ. അതെ, ഒരാൾക്ക് കാലുവേദന ആയിട്ട് മറ്റു വേറെ ആളിതാ കോണി അടിപൊളി പറഞ്ഞിട്ട് എന്നാ നോക്ക് യു ക്യാൻ മറ്റേക്കോ നേരത്തെ ഉണ്ടായിക്കോ ബാക്കിലേറ്റാണ്. വീണാലും കണ്ടന്റ്, വീണില്ലേലും കണ്ടന്റ്. സ്റ്റെഫിനക്ക് പേടിയൊന്നുമില്ല, അതിന്റെ എക്സ്പ്രഷൻ കോൾ ഇട്ടുണ്ട്. വയ്യ കളി 10 മിനിറ്റ് ആക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ ഹാഫ് ടൈം. അഞ്ചവിടെ പട്ടി കിടക്കണ കാര്യം. പിന്നെ ഏത് മാരും പറ്റി പിടിച്ച് കേറുന്ന. അതെ, ഒരു വാച്ച് ടവർ വീണുണ്ടല്ലോ. പിന്നെ ഇറങ്ങിട്ട് എടുക്കാം, പിക്ക് എടുക്കാൻ കഴിയില്ല ഈ വ്ളോഗ്. അപ്പൊ ഗായ്സ്, നമ്മളെ ഇന്നത്തെ വീഡിയോ കുറേ ലെങ്ത് ഉണ്ട്, 1 മണിക്കൂർ, ഒരു 1 hour ഉണ്ട്. അപ്പൊ നമുക്ക് 2 ഇതായിട്ടിടാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. നാളെ രാവിലെ ഒരു ബൈക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പം അതും കൂട്ടിയിട്ട് പിന്നെ ഇന്ന് കുറച്ചെടുത്ത ഫോറസ്റ്റ് ബന്ദിപ്പൂര് കുറച്ച് ഫോറസ്റ്റ് നല്ല കുറെ അത് മാറിപ്പോയി. അപ്പൊ അത് കൂട്ടിട്ട് ഒരു വ്ളോഗ്, 3ാമത്തെ വ്ളോഗ് നമുക്ക് ഇടാം. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ ഗായ്സ്.